അപ്പം ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ് ഉണ്ട്. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഒന്ന് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും. കാർഡിനൽ യൂട്ടിലിറ്റി നമ്മുടെ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞ യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ എന്ന് പറഞ്ഞില്ലേ. ഈ സാറ്റിസ്ഫാക്ഷൻ, ഈ മനസ്സിലുള്ള ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഈ എക്സ്പെക്റ്റഡ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാൻ പറ്റും. ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ഇൻ നമ്പേഴ്സ് ലൈക്ക് 1, 2, 3 എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് വഴി നമുക്ക് പറഞ്ഞു തന്നില്ലേ, അതാണ് ഈ കാർഡിനൽ യൂട്ടിലിറ്റി. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഉണ്ട്, അതാണ് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് റിലേറ്റീവ് റാങ്കിങ് ഓഫ് പ്രിഫറൻസസ് ആണ്, റാദർ ദെൻ അസൈനിങ് ന്യൂമറിക്കൽ വാല്യൂസ് ടു യൂട്ടിലിറ്റി. അതായത് ഈ മനസ്സിൽ ഈ സാറ്റിസ്ഫാക്ഷന് നമ്മൾ സ്വന്തം 1, 2, 3 എന്നൊക്കെ ഇട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞതിലും നല്ലത് നമ്മളെ സാറ്റിസ്ഫാക്ഷൻ നമുക്കൊന്ന് റാങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീം, വാനില, സ്ട്രോബെറി, പിസ്ത ഒക്കെ തന്നാൽ റാങ്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ചോക്ലേറ്റ് മതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ, റാങ്ക് ചെയ്യാൻ പറ്റില്ലേ. ചോക്ലേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിസ്ത, അങ്ങനെ ഇങ്ങനെ നമ്മൾ റാങ്ക് ചെയ്യില്ലേ നമ്മളെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച്. അതാണ് ഈ പറഞ്ഞ ഈ മോർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. നമ്മളെ യൂട്ടിലിറ്റി അപ്രോച്ച് ഉണ്ടല്ലോ, ഈ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കാർഡിനൽ അപ്രോച്ച് പ്രകാരം ഓർഡിനൽ അപ്രോച്ച് പ്രകാരം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും യൂട്ടിലിറ്റീനെ. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത് ആൽഫ്രഡ് മാർഷലാണ് പറഞ്ഞത്, അത് മെഷർ ചെയ്യാൻ പറ്റും നമ്പറിൽ എന്ന്, ക്യാൻ ബി മെഷർഡ് എന്ന്. അപ്പോൾ അതിനെ കാർഡിനൽ അപ്രോച്ച് എന്നാണ് പറയുക. പിന്നെ അപ്പം ആൽഫ്രഡ് മാർഷലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരിക്കലും യൂട്ടിലിറ്റി അളക്കാൻ പറ്റില്ല, യൂട്ടിലിറ്റി റാങ്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. യൂട്ടിലിറ്റി ഇങ്ങനെ പ്രിഫറൻസിൽ നമുക്ക് പറയാം, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, അങ്ങനെ പറയാം എന്ന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വേറൊരു അപ്രോച്ച് വന്നിട്ടുണ്ട്. അതാണ് ഓർഡിനൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് കനോട്ട് ബി മെഷർഡ്, ബട്ട് നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും യൂട്ടിലിറ്റിനെ, അങ്ങനെയാണ് അത് പറയുന്നത്. ആൽഫ്രഡ് മാർഷൽ പറഞ്ഞ പ്രകാരം മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണല്ലേ കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഓഫ് ഡിമാൻഡാണ് ഉപയോഗിച്ചത് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ ഉപയോഗിക്കുന്നത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ്. മറ്റോടത്ത് ഉപയോഗിച്ചത് ഈ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ ഉപയോഗിച്ചത് മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നതാണ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള മെത്തേഡ്. മറ്റേത് നമുക്ക് മനസ്സിലുള്ള യൂട്ടിലിറ്റിനെ അളക്കാൻ പറ്റുകയെന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയുള്ള കാര്യമാണോ? അല്ലല്ലോ അല്ലേ. അപ്പം ഞാനും വിയോജിപ്പാണ് ആരോട്? ആൽഫ്രഡ് മാർഷലിനോട്. അപ്പം ഇവർ പറഞ്ഞത് ഇത് കൊള്ളാം കേട്ടോ, ഈ ഒരു ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് നല്ലതാണ്, വെരി പോപ്പുലർ ഓൾട്ടർനേറ്റീവാണ്, മോർ റിയലിസ്റ്റിക് മെത്തഡാണ്, ഈസ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചാണ്. അതിനെയാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് വഴി നമുക്ക് ഈ കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് നമുക്ക് പറയാൻ പറ്റും, മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും നമുക്ക് കൺസ്യൂമറിൻ്റെ ഡിമാൻഡ്. ഈ മെത്തേഡ് നല്ലതാണ്. ഇതാണ് മോർ റിയലിസ്റ്റിക് മെത്തേഡ് ഓഫ് എക്സ്പ്ലെയിനിങ് കൺസ്യൂമർ ഡിമാൻഡ് ആണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഇത് ടു അനലൈസ് കൺസ്യൂമർ ബിഹേവിയർ ആണ്, ഈസ് ബേസ്ഡ് ഓൺ കൺസ്യൂമർ പ്രിഫറൻസസ്. കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത്, അതായത് കൺസ്യൂമർ കുറേ എക്സും വൈയും ഗുഡുള്ളത്, കുറേ ഗുഡുള്ളത് കൺസ്യൂമർ ആദ്യം പ്രിഫർ ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതാണ് സംഭവം. അപ്പം ഇതിൽ ഈ യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ് എന്നാണ് ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പറഞ്ഞത്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഓർഡർ പ്രിഫറൻസ് ആണ്, ഓർഡറിൽ നമ്മളത് പ്രിഫർ ചെയ്യും, റാങ്ക് ചെയ്യും. ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച്, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രിഫറൻസ് അപ്രോച്ച് എന്നും ഇതിനെ പറയാം. ഓക്കെ, എന്തെന്നൊക്കെ പറയാം? ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് എന്ന് പറയാം, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയാം, കൺസ്യൂമർ പ്രിഫറൻസ് അപ്രോച്ച് എന്നും ഇതിനെ പറയാം. ഇത് ഓർഡിനൽ കൺസെപ്റ്റ് ആണ്, ഓർഡറിങ് ഓഫ് പ്രിഫറൻസ് ആണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് നമ്മുടെ ആൽഫ്രഡ് മാർഷലിനെ ഓപ്പോസ് ചെയ്തിട്ട് കൊണ്ടുവന്നത് ആരാന്നറിയോ? ഹിഗ്സ് ആൻഡ് എല്ലനാണ് കൊണ്ടുവന്നത്. ഓക്കെ, അങ്ങനെ ഹിഗ്സ് ആൻഡ് എല്ലനും നമ്മൾ ആൽഫ്രഡ് മാർഷലിൻ്റെ പോലെ കുറച്ച് മുൻകൂർ ജാമ്യങ്ങൾ എടുത്തിട്ടുണ്ട്, കുറച്ച് എസംഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ എസംഷൻസുമേലാണ് കേട്ടോ ഈ അപ്രോച്ച് ബിൽഡായിട്ടുള്ളത്. ഈ എസംഷൻ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ ഈ അപ്രോച്ച് പാളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ഓർഡിനൽ അപ്രോച്ചിൽ കോമ്പിനേഷൻസ് ആണ് എടുക്കുക. കോമ്പിനേഷൻ എ, കോമ്പിനേഷൻ ബി, കോമ്പിനേഷൻ സി, കോമ്പിനേഷൻ ഡി.
ഈ എല്ലാ കോമ്പിനേഷൻസിലും ഈ 2 ഗുഡ്സ് ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ ഈ എയും ബിയും സിയും ഡിയിലും ഒക്കെ 2 ഗുഡ്സ് ഉണ്ട്. അത് ഫുഡും ക്ലോത്തിങ്ങും ആണ്. പക്ഷെ അതിൻ്റെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഒന്നിൽ ഫുഡ് ഒന്നേ ഉള്ളൂ, എയിൽ ഫുഡ് ഒന്നേ ഉള്ളൂ, ക്ലോത്ത് 12 ഉണ്ട്. ഓക്കെ, പിന്നെ ഒന്നിൽ ബി എന്ന് പറഞ്ഞതിൽ ഫുഡ് 2 ഉണ്ട്, ക്ലോത്ത് 6 ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് വരുന്നുണ്ട് അവിടെ, കണ്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്ന ഒരു ബണ്ടിൽ കൺസ്യൂമർ ചൂസ് ചെയ്യും. ഓക്കെ, നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈക്കോളജിക്കൽ ഫിനോമിനനാണ് യൂട്ടിലിറ്റി. അപ്പോൾ അതിനെ നമുക്ക് എന്തായാലും അളക്കാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്കത് നമ്മളെ സംതൃപ്തി പ്രകാരം അതൊന്ന് റാങ്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വേണമെങ്കിൽ കോമ്പിനേഷൻ എ ചൂസ് ചെയ്യാം. ചില സമയത്ത് എനിക്ക് ഫുഡ് അത്ര അത്യാവശ്യം ഉണ്ടാവില്ല, അപ്പോൾ ക്ലോത്തിങ് ആണ് എനിക്ക് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ കോമ്പിനേഷൻ എ ചൂസ് ചെയ്യാം അല്ലേ. പിന്നെ എപ്പോഴും കൺസ്യൂമർ ചൂസ് ചെയ്യുക ഏറ്റവും കൂടുതലുള്ള ഒരു കോമ്പിനേഷനാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഗുഡ് എക്സ് എന്ന് പറഞ്ഞത് കുറവാണ്, പക്ഷെ ഗുഡ് വൈ കൂടുതലില്ലേ, 12 ഇല്ലേ ക്ലോത്തിങ്. അപ്പം കൂടുതൽ കമ്മോഡിറ്റി ഉള്ള ഒരു കോമ്പിനേഷൻ ബണ്ടിലാണ് എപ്പോഴും കൺസ്യൂമർ ചൂസ് ചെയ്യുക. ബട്ട് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലേത് കോമ്പിനേഷൻ നമ്മളെ കൺസ്യൂമർ ചൂസ് ചെയ്താലും അയാൾക്ക് സെയിം സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുക. അതുകൊണ്ടാണ് ഈ ഒരു അപ്രോച്ചിനെ, ഈ ഒരു അനാലിസിസിന് തന്നെ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറയുന്നത്. കൺസ്യൂമർ ആ ഇൻഡിഫറൻസ് കർവിൽ ഏത് കോമ്പിനേഷനെ തൊട്ടാലും കൺസ്യൂമർക്ക് സെയിം സാറ്റിസ്ഫാക്ഷനാണ്. ഇൻഡിഫറൻ്റ് ആണ് കൺസ്യൂമർ, ഡിഫറെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ല കിട്ടുക, ഇൻഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഓക്കെ, ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ സെയിം അല്ല, ഇൻഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ സെയിം സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമറിന് കിട്ടും ഇതിലേത് കോമ്പിനേഷൻ ചൂസ് ചെയ്താലും. അതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞ സൂത്രം. അപ്പോൾ ഈ പേര് വന്നതിൻ്റെ കാരണം മനസ്സിലായില്ലേ. എസംഷൻസ് ഇത്രയേ ഉള്ളൂ. കൺസ്യൂമർ നോസ് ഹിസ് ഓൺ ടേസ്റ്റസ് ആൻഡ് പ്രിഫറൻസസ്. അപ്പോൾ കൺസ്യൂമറിന് അറിയാം അദ്ദേഹത്തിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും കാര്യങ്ങളും ഫുൾ ഇൻഫർമേഷനുള്ള റാഷണലായിട്ടുള്ളൊരു കൺസ്യൂമറാണ്. നല്ല രീതിയിൽ പ്രൈസിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നൊരു കൺസ്യൂമറാണ്. അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും അദ്ദേഹത്തിന് അറിയാം. പൊസസ് ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് എക്കണോമിക് എൻവയറമെൻറ്റിനെ പറ്റി, ചുറ്റിലും ജീവിക്കുന്ന സാഹചര്യത്തിനെ പറ്റി, എല്ലാ സാധനങ്ങളും പ്രൈസിനെ പറ്റിയൊക്കെ അറിയുന്ന ഒരു കൺസ്യൂമറാണ് ഇവിടെ എടുക്കുന്ന കൺസ്യൂമർ. പിന്നെ ഈ കൺസ്യൂമർ റാഷണൽ ആണ്, ടെൻസ് ടു ടേക്ക് റാഷണൽ ആക്ഷൻസ് ആണ്. റാഷണൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ന്യായമായ ആക്ഷൻസ് എടുക്കും. അതായത് ഇപ്പോൾ മോർ പ്രിഫേർഡ് കൺസംഷൻ ബണ്ടിൽ ഓവർ എ ലെസ് പ്രിഫേർഡ് ബണ്ടിലാണ് എടുക്കുക. അപ്പം ഒരു ബണ്ടിൽ എക്സും വൈയും, ക്ലോത്തും ഫുഡും എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പം അതിൽ നമ്പർ ഓഫ് ക്ലോത്ത് കൂടുതൽ വേണോ, നമ്പർ ഓഫ് ഈ ഫുഡ് കൂടുതലുണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കിയിട്ട് ഏറ്റവും മോർ പ്രിഫേർഡ് ആയിട്ടുള്ള കൺസംഷൻ ബണ്ടിലായിരിക്കും അദ്ദേഹം ചൂസ് ചെയ്യുക. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന മോർ പ്രിഫേർഡ് കൺസംഷൻ ബണ്ടിൽ ഓവർ ലെസ് പ്രിഫേർഡ് കൺസംഷൻ ബണ്ടിൽ നിന്നാണ്. ലെസ് പ്രിഫേർഡ് ആയിട്ടുള്ള അദ്ദേഹം ചൂസ് ചെയ്യില്ല, മോർ പ്രിഫേർഡ് ആയിരിക്കും അദ്ദേഹം ചൂസ് ചെയ്യുക. അതുകൊണ്ട് കൺസ്യൂമർ ഇവിടെ റാഷണൽ ആവുന്നത്. പിന്നെ യൂട്ടിലിറ്റീസ് ഓൺലി ഓർഡിനലി എക്സ്പ്രസിബിൾ. യൂട്ടിലിറ്റി ഈ ഒരു രീതിയിൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ആ ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെക്റ്റഡ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അളക്കാൻ പറ്റുക ഓർഡിനലി എക്സ്പ്രസിബിൾ മാത്രമാണ്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഫിനോമിനനെ നമുക്ക് നമ്പർ ടേംസിൽ, മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുമെന്ന് മാർഷലിൻ്റെ യൂട്ടിലിറ്റി അനാലിസിസ് ഇല്ലേ, അത് ഒന്നല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് മോർ റിയലിസ്റ്റിക് ആയിട്ടുള്ള, സയൻറ്റിഫിക്കലി മോർ സൗണ്ട് ആയിട്ടുള്ള ആ ഒരു ഓർഡർ പ്രിഫറൻസ് ആയിട്ടുള്ള ഈ ഓർഡർ പ്രിഫറൻസ് ആയതുകൊണ്ടാണ് ഇതിനെ ഓർഡിനൽ എന്ന് പറയുന്നത്. ഓർഡർ പ്രിഫറൻസ് ഓർഡിനൽ. ഓക്കെ, ഓർഡിനലി എക്സ്പ്രസിബിൾ ആണ് ഈ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. കൺസ്യൂമർ ഈസ് കേപ്പബിൾ ഓഫ് റാങ്കിങ് അക്കോർഡിംഗ് ടു ദി സാറ്റിസ്ഫാക്ഷൻ. അപ്പം എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ തരുന്നു അതിനനുസരിച്ച് റാങ്ക് ചെയ്യാൻ, അത്രയും റാങ്ക് ചെയ്യാൻ കേപ്പബിൾ ആണ് നമ്മളെ കൺസ്യൂമർ ഇവിടെ. ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ടാണ് ഇത് ഫസ്റ്റ് പ്രിഫറൻസ്, ഇത് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറയുന്നത്. അതുതന്നെയാണല്ലേ യൂട്ടിലിറ്റി. അപ്പം അടുത്തതാണ് കൺസ്യൂമർ ചോയ്സസ് ആർ എസ്യൂംഡ് ടു ബി ട്രാൻസിറ്റീവ്. അതായത് എ ടു ബി എന്ന് പറഞ്ഞാൽ എ ഓവർ ബി എന്നാണ് അർത്ഥം. അതായത് ബി നിൽക്കുമ്പോഴും ബിയും എയും തമ്മിൽ നോക്കുമ്പോൾ എ ആയിരിക്കും കൺസ്യൂമർ പ്രിഫർ ചെയ്യുക, അതാണ് അർത്ഥം. ഇപ്പം ഫസ്റ്റത്തെ ചോക്ലേറ്റ് ഐസ്ക്രീമും പിന്നത്തെ സ്ട്രോബെറി ഐസ്ക്രീമും ആണെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് എപ്പോഴും നമ്മുടെ കൺസ്യൂമർ ചൂസ് ചെയ്യുക, അതാണ് എ ടു ബി. അങ്ങനെയാണെങ്കിൽ ഇനി ബിയും സിയും കൊടുത്തു എന്ന് വിചാരിക്കുക, സ്ട്രോബെറിയും പിസ്റ്റയും കൊടുത്തപ്പോൾ സ്ട്രോബെറിയാണ് ചൂസ് ചെയ്തത്, അപ്പോൾ ബി ഓവർ സി ആണ് ചൂസ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ളതായിരിക്കും അദ്ദേഹം ചൂസ് ചെയ്യാന്ന്. അപ്പോൾ എയും സിയും കൊടുത്തു. അപ്പം എന്തായാലും സ്ട്രോബെറിയിലും ചോക്ലേറ്റിലും ചോക്ലേറ്റാണ് ചൂസ് ചെയ്തത്, എ ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആ കൺസ്യൂമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൺസ്യൂമർ എ ടു സി ആയിരിക്കും ചൂസ് ചെയ്യുക, അതായത് എ ഓവർ സി ആയിരിക്കും ചൂസ് ചെയ്യുക അല്ലേ. എ ആണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്, അപ്പോൾ എ ആയിരിക്കും സിനേക്കാളും ചൂസ് ചെയ്യുക. അപ്പോൾ ഇത് സെറ്റാണല്ലോ. ഇനി അടുത്താണ് കോമ്പിനേഷൻ എ ഹാസ് മോർ കമ്മോഡിറ്റീസ് ദാൻ കോമ്പിനേഷൻ ബി. അപ്പോൾ കോമ്പിനേഷൻ എയിലാണ് കൂടുതൽ കമ്മോഡിറ്റീസ് ഉള്ളതെങ്കിൽ എപ്പോഴും കോമ്പിനേഷൻ എ ആയിരിക്കും ചൂസ് ചെയ്യുക. എ മസ്റ്റ് ബി പ്രിഫേർഡ്, മോർ ഈസ് ബെറ്റർ എന്നുള്ള എസംഷനാണ്. എസംഷൻ ഓഫ് നോൺ സാറ്റിയേഷൻ എന്ന് പറയും അതിന്. ഓക്കെ, അപ്പം മോർ ഈസ് ബെറ്റർ ആണ്, ഏറ്റവും കൂടുതൽ കമ്മോഡിറ്റീസ് ഉള്ള ഒരു കോമ്പിനേഷനാണ് ചൂസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമ്മോഡിറ്റീസ് ഉള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഹിക്സ് ആൻഡ് അലൻ ആണ് തന്നത്. ഇത് രണ്ട് പേരുണ്ട് കേട്ടോ ഇത്. ഓക്കെ, അപ്പം ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഒരു കർവാണ്. ഇത് റിപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഓൾ ദോസ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്. കണ്ടോ, എക്സും വൈ എന്ന് പറഞ്ഞ ഗുഡ്സിൻ്റെ ഓൾ ദോസ് കോമ്പിനേഷനാണ് കാണിക്കുക. അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ കാണിക്കും, ബി എന്ന് പറഞ്ഞ കാണിക്കും, സി എന്ന് പറഞ്ഞ കാണിക്കും, ഡി എന്ന് പറഞ്ഞ കോമ്പിനേഷൻ കാണിക്കും. അപ്പോൾ അതിലൊക്കത്തിലും ടു ഗുഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ അതിലത്തെ കമ്മോഡിറ്റീസിൻ്റെ നമ്പേഴ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. മോർ കമ്മോഡിറ്റീസ് ഉള്ളതായിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുക കൺസ്യൂമർ, വിച്ച് ഗീവ് സെയിം സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞതിൻ്റെ പേര് വന്നതിൻ്റെ കാരണം ഈ കോമ്പിനേഷൻ എ ബി സി ഇതിലേത് ചൂസ് ചെയ്താലും കൺസ്യൂമർക്ക് കിട്ടുന്നത് സെയിം സാറ്റിസ്ഫാക്ഷൻ ആണത്രേ. അതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ കണ്ടല്ലോ, നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ആ ഷെഡ്യൂളിനെ നമ്മൾ ഇൻഡിഫറൻസ് കർവായിട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡിഫറൻസ് കർവുമ്പോൾ ഏത് പോയിൻറ്റുമ്പോൾ നമ്മൾ തൊട്ടാലും ഏത് കോമ്പിനേഷനും നമ്മൾ തൊട്ടാലും സെയിം സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ടാണ് കൺസ്യൂമർ ആ കർവുമ്പോൾ ഇൻഡിഫറൻ്റ് ആണ്, ഡിഫറൻ്റ് അല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ആ കർവിൽ ഇൻഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം അല്ലേ. ഇൻഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം അല്ലേ. ഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് തന്നെ, വ്യത്യാസം. ഇൻഡിഫറൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല, ഏത് കോമ്പിനേഷൻ ആയാലും സെയിം സാറ്റിസ്ഫാക്ഷനാണ് അദ്ദേഹത്തിന് കൊടുക്കുക. അതാണ് ഇതിന് ഇൻഡിഫറൻസ് എന്നുള്ള പേര് വന്നത്. അപ്പോൾ കണ്ടോ, ഓൾ കോമ്പിനേഷൻസ് ഓൺ ഐ സി ഗീവ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. നമ്മുടെ ഡിമാൻഡ് കർവ് പോലെയൊക്കെ തന്നെയാണ് ഇൻഡിഫറൻസ് കർവ്. പക്ഷേ ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും രണ്ട് ആക്സിസുമ്മലും മുട്ടൂല, പക്ഷേ ഡിമാൻഡ് കർവ് രണ്ട് ആക്സിസുമ്മലും ടച്ച് ചെയ്യില്ല. ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും ആക്സിസുമ്മ ടച്ച് ചെയ്യില്ല. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? രണ്ട് ഗുഡ് ഉണ്ടാവുമല്ലോ, ഒരു ആക്സിസിൽ ഒരു ഗുഡും എക്സ് ആക്സിസിൽ എക്സ് എന്ന് പറഞ്ഞ ഗുഡും വൈ ആക്സിസിൽ വൈ എന്ന് പറഞ്ഞ ഗുഡും. അപ്പോൾ ഒരു ആക്സിസുമ്മ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു കോമ്പിനേഷനിൽ ഒരു ഗുഡ് ഉണ്ടാവില്ല അല്ലേ. ഒരു ആക്സിസുമ്മ ടച്ച് ചെയ്താൽ മറ്റേ ആക്സിസ് അവിടെ 0 ആയിരിക്കും അല്ലേ. വൈ എന്ന് പറഞ്ഞ ഗുഡ് അവിടെ 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഗുഡ് നഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഇല്ല. രണ്ട് ഗുഡ് ഉണ്ടാവും, ഈവൻ അതൊരു ചെറിയ രീതിയിലായാൽ പോലും രണ്ട് ഗുഡും എന്തായാലും ഓരോ കോമ്പിനേഷനിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് കോമ്പിനേഷൻ എടുത്താലും കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ഏത് കോമ്പിനേഷനിലും രണ്ട് ഗുഡ് ഉണ്ടായിരിക്കണം അല്ലേ. പിന്നെ ഈ ഇൻഡിഫറൻസ് കർവിൻ്റെ മറ്റൊരു പേരാണ് ഐസോ യൂട്ടിലിറ്റി കർവ് അല്ലെങ്കിൽ ഈക്വൽ യൂട്ടിലിറ്റി കർവ്. കാര്യം പിടികിട്ടിയല്ലോ, ഈക്വൽ എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഈക്വൽ യൂട്ടിലിറ്റി കർവ് എന്നും പറയാം, ഐസോ യൂട്ടിലിറ്റി കർവ് എന്നും ഇതിനെ വിളിക്കാം. ഇനി ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ അവിടെ പഠിക്കാനുള്ളൊരു മെയിൻ കാര്യമാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം ഈ പറഞ്ഞ കൺസ്യൂമർ സർപ്ലസ് പറഞ്ഞപ്പോൾ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞില്ലല്ലോ, അതുപോലെ ഇവിടെ ഇൻഡിഫറൻസ് കർവ് പറയുമ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനാണ് മെയിനായിട്ടുള്ള ആൾ